നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ പ്രശ്നം പ്രകൃതിവാതകത്തിന്റെ വലിയ കരുതൽ ശേഖരം ഇല്ല എന്നതാണ്. അതായത് ഉപയോഗിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങണം. കൽക്കരി, ക്രൂഡ് ഓയിൽ തുടങ്ങിയ ദ്രവ ഹൈഡ്രോ കാർബൺ കിടക്കകൾക്ക് സമീപം ഭൂമിയുടെ ഉപരിതലത്തിൽ ആഴത്തിൽ പ്രകൃതിവാതകങ്ങളുടെ കരുതൽ കാണപ്പെടുന്നു. പ്രകൃതിവാതകം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇത് പാചകം ചെയ്യുന്നതിനും ചൂടാക്കുന്നതിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ഒരു സ്രോതസ്സായി ഉപയോഗിക്കുന്ന ഒരു തരം ഫോസിൽ ഇന്ധനമാണ്. വാഹനങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിക്കാമെന്ന പുനരുപയോഗിക്കാനാവാത്ത ഇന്ധനമാണ് പ്രകൃതിവാതകം. എണ്ണയടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കണ്ടെടുത്ത ശേഷമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വികസന കുതിപ്പ് നടത്തിയത്. ഖനനത്തിന് വേണ്ടി അറബ് രാജ്യങ്ങളെ സഹായിക്കാൻ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും സാങ്കേതിക സഹായം എത്തിയതോടെ ഖനനം വേഗത്തിലായി. ഇന്ന് ലോകത്തെ സമ്പത്ത് നിയന്ത്രിക്കുന്നതിൽ പ്രധാനികളാണ് GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ. എണ്ണ വിഭവത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ മറ്റു GCC രാജ്യങ്ങളെക്കാൾ ഒരടി മുന്നിലാണ്. എന്നാൽ പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ ഖത്തറാണ് GCC രാജ്യങ്ങളിൽ മുന്നിലുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഖത്തർ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്കും ആവേശമുണ്ടാക്കുന്നതാണ്. സൗദി അറേബ്യയിൽ വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യം റഷ്യയാണ്. മൊത്തം ലോകത്ത് കണ്ടെത്തിയതിൽ 24% വാതകവും റഷ്യയിലാണ്. തൊട്ടു പിന്നാലെയാണ് ഇറാൻ. പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധമടക്കമുള്ള വെല്ലുവിളി ഇറാനെ പ്രതിസന്ധിയിലാക്കുന്നു. ഖത്തറാണ് വാതകത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത്. 12.5% വാതകം ഖത്തറിലാണ്. അമേരിക്ക, സൗദി അറേബ്യ, തുർക്ക്മെനിസ്ഥാൻ, UAE, വെനസ്വല, നൈജീരിയ, ചൈന എന്നിങ്ങനെയാണ് പട്ടികയിൽ ആദ്യ 10 രാജ്യങ്ങൾ. എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം സൗദി അറേബ്യയ്ക്കും GCC രാജ്യങ്ങൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ ഊർജ്ജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. സൗദി അറേബ്യയുടെ ഓയിൽ കമ്പനിയായ അരാംകോയുടെ നിയന്ത്രണത്തിലുള്ള ജഫൂറ പാടത്താണ് പുതിയ വാതക ശേഖരം. 229 ലക്ഷം കോടി ക്യൂബിക് അടി വാതകമാണ് ഇവിടെ ഉള്ളതത്രേ. കൂടാതെ 7500 കോടി ബാരൽ ദ്രവ്യവാതകവും ഇവ ഖനനം ചെയ്യാനും സംസ്കരിച്ചു ഉപയോഗപ്രദമാക്കാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ. ഷെയിൽ വാതക മേഖലയിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലേ ഇവ സംസ്കരിക്കാൻ സാധിക്കൂ. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഷെയിൽ വാതകമുള്ളത്. അമേരിക്കയ്ക്ക് പുറത്ത് സൗദി അറേബ്യയിലെ ജാഫുറയിലും ഷെയിൽ പാറയെ തെർമൽ ഡിസൊല്യൂഷൻ ഉൾപ്പെടെയുള്ള പ്രക്രിയകൾക്ക് വിധേയമാക്കി നിർമ്മിക്കുന്നതാണ് ഷെയിൽ വാതകവും ഷെയിൽ എണ്ണയും. ഇവയിലെ മാലിന്യം നീക്കം ചെയ്താൽ വേഗം ഉപയോഗപ്രദമാകും. ജാഫൂറയിലെ വാതക ഖനനത്തിനും മറ്റുമായി $11,000 കോടി ആവശ്യമാണെന്ന് സൗദി അറേബ്യ 2020 അറിയിച്ചിരുന്നു. 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ ഈഥെയ്ൻ ഉൽപ്പാദനം പ്രതിദിനം 420 ദശലക്ഷം ക്യൂബിക് അടിയായി ഉയർത്താനാണ് സൗദി അരാംകോ ലക്ഷ്യമിടുന്നത്. ജാഫൂറയിൽ നിന്ന് പ്രതിദിനം 6.3 ലക്ഷം ബാരൽ ദ്രവ്യവാതകം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.